ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള വീടാണോ ഇതൊക്കെ? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. മാത്രമേ ഉള്ളൂ. നമസ്കാരം. ആരാ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്. അപ്പൊ പിന്നെ ഞാനെന്താ ആളല്ലേ? അല്ല അതല്ല, ഇവിടെ മക്കളോ ഭാര്യറ്റുണ്ടോ? ഭാര്യയൊന്നുമില്ല. ആരുമില്ല. ഇരിക്കി. അച്ഛന്റെ പേരെന്താ? പേരെന്താ? ശീതളൻ. മക്കളൊക്കെയോ? മക്കളൊക്കെ എവിടെയെന്ന്? കല്യാണം കഴിച്ചു പോയി അവരൊക്കെ. പിന്നെ ഒരുത്തനുള്ള ഇവിടെ ഒരുത്തനുണ്ട്. നല്ല ചുമണ്ടല്ലോ അല്ലേ? നല്ല ചുമണ്ട്. ഞങ്ങൾ വരുമ്പോ കേട്ട് നിങ്ങൾക്ക് ചുമ നിങ്ങക്ക് ഉണ്ടാവാറില്ലേ? എനിക്ക് മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ വയസ്സായ ഒരു കുഴക്കൊക്കെ ഒന്ന് ചോലക്കും ചുമക്കും. ഒരു കുരക്കാനുണ്ട്. അച്ഛാ കൊഴപ്പൊന്നുമില്ലല്ലോ? കൊഴപ്പൊന്നുമില്ലല്ലോ ആർക്ക്? അച്ഛന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, ഇവിടെ അകത്താരുണ്ടെങ്കിലും ഒന്ന് വിളിക്കോ? എന്തിനാ? ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഇവിടെ കാശും പണമൊന്നുമില്ല. ഇവിടെ കാശും പൈസയൊന്നും വേണ്ട. ഞങ്ങളേ ഈ രോഗങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒന്ന് വിളിക്കുക ആരെയുണ്ടെങ്കിൽ. എന്താണ് അച്ഛാ? ആരൊക്കെ വന്നോ? നമസ്കാരം. നമ്മള് ഹെൽത്ത് എന്നാണ്. നമ്മളെ പേര് മൊയ്തു. ഇത് ശ്യാമള വർക്കർ, അല്ല ആശാ വർക്കർ ശ്യാമള. ഞാൻ കണ്ടിട്ടുണ്ട് വഴിയിലൊക്കെ വെച്ച്. മോനല്ലേ? അതെ. നമ്മളേ ഈ രോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ തരാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കണക്കെടുക്കാനൊക്കെ വേണ്ടി വന്നതാ. അപ്പൊ അച്ഛനായിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ. അച്ഛനാകെ ദേഷ്യാണ്. സുഖമില്ലാത്ത ആളാണ്. ഇവരെ ഒരു സർവേക്ക് വന്നതാണ് ആശുപത്രിന്നേ, പഞ്ചായത്തിന്റെ. നല്ല ചുമണ്ട്. ബീഡി വലിക്കണേന്റെ. വീഡിയോ വലിക്കോ? 3 പൊതി വീഡിയെങ്കിലും വലിക്കും ഒരു ദിവസം. ചുമയുണ്ടാന്ന് ചോദിച്ചതാണ്. വീഡിയോ വലിച്ചിട്ടോ? വീഡിയോ വലിച്ചിട്ട് എനിക്ക് ചുമ. 3 ദിവസമായി ഒരു വീഡിയോ വെച്ചിട്ട് ഇതുവരെ ഒരു വീഡിയോ കൊണ്ട് തന്നിട്ടില്ല. എന്തിനാ ഇപ്പൊ ബീഡി വലിക്കണേ? ശ്വാസം മുട്ടൂലേ? ശ്വാസം മുട്ടണോണ്ടാ വീഡിയോ വലിക്കണം. ഈ പ്രായമാകുമ്പോഴേ ബീഡി വലിയൊക്കെ നിർത്തണോ? എത്ര വയസ്സായി? എത്ര വയസ്സായി? ഒരു 40. 65 വയസ്സ്. 65 വയസ്സ്. 70-75 കഴിഞ്ഞല്ലേ? 19 ആയി. നേരത്തെ കഴിക്കുന്നു, ഇപ്പൊ മേടിച്ചു കൊടുക്കാറില്ല. ഇപ്പൊ ഒന്നും തരില്ല. അത് കേട്ടൂലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ കാണിക്കണ എനിക്കറിഞ്ഞൂടെ? സാറ് ചോദിച്ചോ? അച്ഛനെ ശരീരം വേദന ഉണ്ടോ? ശരീരം വേദന ഉണ്ടോന്ന്? ശരീരം വേദന പിന്നെ ഉണ്ടാവില്ലേ? ശരീരം വേദനയൊക്കെ ഉണ്ട്. ഇവിടെ ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടോ? ഗർഭിണി ഉണ്ടായിരുന്നു കാരണം അതിനെ വിറ്റു. ഇപ്പൊ ഗർഭിണിയൊന്നുമില്ല. അതിന് വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആളില്ല. ഇവനൊന്നും അതിന് നേരമില്ലല്ലോ. ഒരു പശുവിന്റെ കാര്യം പറഞ്ഞാണ് അച്ഛൻ. ഒരു പശു ഉണ്ടായി, അതിന് വിറ്റ്. ആള് നിക്കണ അച്ഛാ. അതെ, എന്റെ വീട്ടിലേക്ക് തുപ്പണ്ടേ? അതെ, ഇവിടുത്തെ ആശുപത്രിയിൽ പോയിട്ടേ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. രക്തം പരിശോധിക്കണം. ചോരാമ തൊട്ടുള്ള കഴിയൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. ഒന്നും വേണ്ട അച്ഛാ. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഡെങ്കിപ്പനി, H1N1 അങ്ങനെ ഒരുപാട് പനികൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക്. ഞങ്ങൾക്കൊന്നും എന്തിനു വിളിച്ചാലും മരുന്നിന് വരൂല. എന്ത് അസുഖം വന്നാലും ആശുപത്രി പോകൂല പുള്ളി. അതെ, ഈ കൊതുകാണ് ഈ പനി കൂടുതലും പരത്തുന്നത്. നമ്മള് വീട്ടിനടുത്തൊക്കെ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി കിടക്കണ്ടെങ്കിൽ അതൊക്കെ നമ്മള് മാറ്റിക്കാളണം, തട്ടിത്താളണം. വെള്ളം കെട്ടിക്കിടക്കാം. ഈ വെള്ളത്തിന്റെ അകത്താണ് കൊതുക് മുട്ടടി. ഈഡിസ് കൊതുക് എന്നൊരു കൊതുകുണ്ട്. ഇതാണ് ഈ പനിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പോ വന്ന് കുത്തിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങും. അപ്പൊ നമ്മള് വേഗം പോയി ആശുപത്രി പോയി കാണിക്കണം, ഇല്ലെങ്കിൽ അടങ്ങറാവും. അപ്പൊ നിങ്ങളെ ഈ ചിരട്ടൊക്കെ ഇവിടെ വന്ന് തട്ടി മറിച്ചിട്ട് നിങ്ങളാണല്ലേ? അത് ഞാൻ ഇവിടെ വന്നപ്പോഴേ എല്ലാത്തിനും വെള്ളം കെട്ടിക്കിടക്കണു. അപ്പൊ മറിച്ചിട്ടതാണ്. ഇവിടെ വിറക് വരാനുണ്ടായിരുന്നു ഒരു ചാക്ക് ചിരട്ട എന്നാ തട്ടി മറിച്ച് പരത്തിയിട്ട്. അച്ഛാ, അത് അവരല്ല, അത് അമ്മ ഉണക്കാനിട്ടതാണ്. മറക്കിട്ടല്ലോ, അല്ല മഴ ഉണ്ടല്ലോ. കാര്യമൊക്കെ. അച്ഛാ, അപ്പൊ ഇനി വാശിയൊന്നും കാണിക്കരുത്. മോന്റെ കൂടെ ഡോക്ടർ ഒന്ന് പോയി കാണണം. എന്നിട്ട് നമുക്ക് ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതൊന്നും വേണ്ട. അച്ഛാ, അപ്പൊ ഇനി പനിയുടെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ട എന്ത് ചെയ്യും? അത് കണ്ട കുറച്ച് കുറുന്തോട്ടിന്റെ വേരൊക്കെ എടുത്ത് കുത്തിച്ചതച്ച് കുറച്ച് തുളസിയുടെ ഇല എടുക്കും, കുറച്ച് ചുക്കും
കുരുമുളകൊക്കെ ഇട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം കൂടെ കുടിക്കും. വലിയ കൂടെ പോകും. ഇതാ സ്വഭാവം. അത്രേ ഉള്ളൂ. അത് മതി. അല്ല സാറേ, ഈ പനി വരാതിരിക്കാൻ വല്ല ഗുളിക മരുന്ന് വല്ലതും ഉണ്ടോ? അല്ലോ, മരുന്ന് ഗുളിക്കൊന്നും നമ്മളെ ഗെയിമിലില്ല. നമ്മളെ ഗെയിമിൽ ഇപ്പൊ ഉപദേശവും നിർദ്ദേശവും പിന്നെ കണക്കെടുപ്പും മാത്രമേ അത്രേ ഉള്ളൂ. ഉള്ളൂ. പിന്നെ ഡെങ്കിപ്പനിക്കെതിരെ നമ്മളൊരു ജാഥ നടത്തുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുത്താ പനി വരൂലേ? പനി വരാനല്ല, ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിട്ട് ഒന്ന് പങ്കെടുത്തോണ്ടി. ജാഥക്ക് പോണോന്ന് അച്ഛൻ, അല്ലെ പനി വരുമെന്ന്. ഒന്നും പോകാൻ ആളില്ല. അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെ. ശരി. നിന്റെ വീട് എവിടെ? നിന്റെ വീട് എവിടെ? എന്റെ വീട് ഇവിടെ ഒരു പാടമില്ലേ, ആ പാടത്തിന്റെ അക്കരെ. അക്കരയിലെ എവിടെ? അവിടേക്ക് അറിയാവോ? എല്ലാം അറിയാം. സാകാല സ്ഥലം അറിയാം. അവിടെ പൊക്കമുള്ള കറുത്തിട്ടൊരു പരമു ഉണ്ടായിരുന്നു. പിറക്കി പരമു. പിറക്കി പരമുണ്ട് ആരാ? അച്ഛാ അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയാതെ എങ്ങനെ പിറക്കി പരമൂല പിന്നെ എന്താ വിളിക്കണത്? നമ്മുടെ അവര് പിറക്കി പരമൂന്ന് വിളിക്കണത്. അവര് കശുവണ്ടി പറക്കലായിരുന്നു ജോലി. തോട്ടത്തിലേ കശുവണ്ടി പറക്കലായിരുന്നു അവന്. ഞാനും ഒക്കെ കുറെ നാള് പോയിട്ടുള്ളത്. അവനെ പിറക്കി പരം. അവൻ കുറെ നാള് നിന്നു. പരമുന്റെ മോളാണ്. പരമുന്റെ ഇളയ മോളാ. ഇളയ മോളെ. അപ്പൊ നീയാണോ ഒളിച്ചോടി പോയത്? ഒളിച്ചോടി പോയതാരാ? എന്റെ ചേച്ചിയാ. ചേച്ചി. നിന്നെ കെട്ടിച്ചോടുത്ത എവിടേക്കാ? എന്നെ പള്ളിക്കരക്ക്. പള്ളിക്കര. ആ. പള്ളിക്കര നല്ല സ്ഥലം. നിങ്ങള് പോയിക്കോന്നാ അച്ഛവാ. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ ഇവിടെ അല്ല, ഞാൻ സിറ്റിയിലാണ്. സിറ്റിയിലാണ്. നമ്മുടെ സിറ്റിയിലാ? സിറ്റി ഇപ്പൊ സിറ്റിയായി. ആദ്യം അക്കൂസിന് ഇരിക്കാൻ പോകുന്ന സ്ഥലം അത്. ആൾക്കാർ അക്കൂസിന് ഇരിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പൊ വലിയ വലിയ കെട്ടിടങ്ങളായി സിറ്റിയായി. എവിടെ അവിടെ അത് വെള്ളം എടുത്തേ. വന്ന് കുടിക്ക് വേണമെങ്കിൽ. കുറച്ച് വെള്ളം എടുത്തേരാ. എടുത്തു കുടിക്കുന്ന ഒരു തങ്ങട്ടാ. ഒരു കാര്യത്തിനും വേണ്ട. എന്റെ ശ്യാമള വർക്കർ. എന്താ സാറേ എല്ലായിടത്തും ചെന്ന് ശ്യാമള വർക്കർ. ഒന്നോ ആശാ വർക്കറെ. നമ്മൾ ഈ നാനാ വീടുകളിലും പോയിട്ട് ഈ H1N1 ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അണ്ണാക്കല് വെള്ളം പറ്റില്ല ചെയ്യണപ്പോ. അല്ല സാറേ, നിങ്ങൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർക്ക് എന്താ പനി വരാതിരിക്കാനുള്ള മരുന്നും വന്നവർക്കുള്ള മരുന്നൊക്കെ അതാത് പഞ്ചായത്ത് മെമ്പർമാരെ ഏൽപ്പിച്ചാ പോരെ? നല്ല കഥയായി. കുറുക്കന്റെ കയ്യിലാ കോയിനെ പോറ്റാൻ കൊടുക്കല്? കുറുക്കന്റെ കയ്യിലാണോ കോയിനെ പോറ്റാൻ കൊടുക്കലെന്ന്? ഈ പഞ്ചായത്ത് മെമ്പർമാരെ കൈമിൽ കൊടുത്താലേ ഓരോ പാർട്ടിയിലെ ആൾക്കാർക്ക് മാത്രമേ മരുന്ന് കൊടുക്കുള്ളൂ, എതിർ പാർട്ടിക്കാർക്ക് കൊടുക്കൂല. അങ്ങനെയുണ്ട്. ഫോൺ അടിക്കണ്ടല്ലോ. മന്ദാൻ സാറാ. സാറേ, അതാ കേറിക്കൊണ്ടിരിക്കുക. 5-8 വീട് കയറി. ഒക്കെ കിട്ടുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ. നമ്മളെ ആയിക്കോട്ടെ. എന്റെ എല്ലാം ഇതെടുക്കുന്നുണ്ട്. ശരി. അപ്പളേ പനി വന്നോര് ലിസ്റ്റ്, പനി വരാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ്, പനി വന്നിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തോരെ, ഇത് മൂന്നായിട്ടാണ് എഴുതി വെക്കണം എന്നാണ് മന്മോഹൻ സാറ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാ മതി. ഇപ്പൊ ഒരു ഭയങ്കര കർശനൊക്കെ അടുത്തല്ലേ. ഓർക്കാടിരുന്ന് പറഞ്ഞാ മതി. വെയിൽ കൊണ്ട് നടക്കണ നമ്മളല്ലേ. ഉച്ചക്ക് എവിടെ നിന്ന് കഴിക്കും? നമുക്ക് ആ കുടുംബശ്രീന്റെ ഹോട്ടലിൽ അത് കഴിക്കാം. അല്ല അച്ഛന്റെ എക്സ്റേ വേണമായിരുന്നു. കാല് നിലത്ത് കുത്തല നോക്കണം. സാറേ, ഇതെന്റെ അച്ഛന്റെ എക്സ്റേ അല്ല. എന്റെ അല്ല, അച്ഛന്റെ അല്ലാന്നോ? അല്ല എല്ല് കണ്ടാ മനസ്സിലാവും. അല്ല എല്ല് കണ്ട എങ്ങനെയാണ് മനസ്സിലാവും? എല്ലാവരും എല്ലും ഒരേപോലെ അല്ലേ? അല്ലല്ല, എന്റെ അച്ഛന് 4 വിരലേ ഉള്ളൂ, ഇത് 5 വിരലുണ്ട്. ആരോ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ തോന്നല്ല, തെറ്റിപ്പോയി. 4 പേരല്ലേ ഉള്ളോ? 4 വിരലേ അച്ഛനില്ലു. എന്താ അച്ഛന്റെ പേര്? അച്ഛൻ സുമേഷ്. സോറി കേട്ടോ, അത് രാജേഷ് പേര് മാറിയതാ. ഒരു മിനിറ്റ്. കണ്ടത്തെ കേൾക്കുമ്പോ ഒരു വിരലങ്ങോട്ട് പോയിനി. 4 ഇല്ലു, നമുക്കറിയാം. ഏതോ ഇത് എടുത്ത് തന്നിരിപ്പം നോക്കിട്ടെങ്കിലോ. ഒന്നുമോനെ നീ നോക്കണം കേട്ടോ. ഞാൻ നോക്കും. അച്ഛന്റെ എല്ലാണ്.
അതെ, ഒരു അബദ്ധം പറ്റിയത് പുറത്തൊന്നും പറയണ്ട. ഈ തിരക്ക് കാരണം ഇങ്ങനെ ഇത് ഇതാ. ഇതാരതാണ്? സുമേഷ്. എന്റെ അച്ഛന്റെ. അതെ. ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇല്ല, അത് മാറി വഴി. ഏത് കാലം എടുത്തിനി? വലത്തെ കാലല്ലേ? വലത്തെ കാലല്ലേ? അതെ. തന്നത് എടുത്തേ കാലം. എടുത്തേ കാലം. എന്ത് പരിപാടിയാണിത്? ശബ്ദം ഉണ്ടാക്കില്ല, നോക്കട്ടെ. ആരോ കാലം മാറി. ആ കണ്ട? അതെ, ഒരബദ്ധം പറ്റും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് നെഞ്ഞത്ത് കയറില്ലേ? ഇല്ല, അല്ല ഇത് പറഞ്ഞു. തിരിച്ചു പിടിച്ച് നോക്കണോ. ഇപ്പൊ ഏത് കാല? കണ്ട, ഇങ്ങനെ പിടിച്ച വലത്തെ കാല്, ഇങ്ങനെ തിരിച്ചു പിടിച്ച ഇടത്തെ കാല്. ഇത് ഇങ്ങനെയാ പിടിക്കണ്ടേ? ആ ശരി. ആ, അപ്പൊ അടുത്തേക്കാലിന് അബദ്ധം പറ്റിയാലും തിരിച്ചു പിടിച്ചിട്ട് മാറ്റിയാലും ഓ, ആ ഒന്ന് കൊണ്ടുപോകുന്നത്. ശരിയെന്നാ അച്ഛൻ. വീട്ടിൽ ചെന്നാ മാറരുത്. ഇല്ല, ഇത് തന്നെ ഇരിക്കണം. എനക്ക് മാറിപ്പോയാ. വീട്ടിൽ ചെന്ന് മാറിയാലും കുഴപ്പമില്ല, ഡോക്ടറെ കാണിക്കുമ്പോ മാറാഞ്ഞാൽ മതി. അവിടെ അതേപോലെയല്ല, ബുദ്ധിയുള്ളവരായിരിക്കും. ചെല്ല്. ഓ, നിലത്തെ കുത്തല്ല. ഹലോ. ആ ഹലോ സാർ. ആ ഉവ്വ് കൊടുത്തിട്ടുണ്ട് സാർ. ആ വന്നുകൊണ്ടിരിക്കുന്നു. ആ കഴിയുന്നത് നേരത്തെ എത്തിക്കാം സാർ. നാളെയോ? ആ നാളെ എത്തിക്കാം. ആ ഓക്കെ സാർ. ഓക്കെ. മോർണിംഗ് വരണം. ഇരിക്കണം. എന്താ ഈ കാര്യങ്ങളൊക്കെ? 4000 പേർക്കുള്ള സദ്യ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഥമൻ 5 ഇനം, അതും എൻ്റെ ഒരു നിർബന്ധമാണേ. പിന്നെ ഒരു കാറ് തരാമെന്ന് പറഞ്ഞു സാർ. അതിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ. എന്തിന്റെ കാര്യമാണ് സാറ് പറഞ്ഞു വരുന്നത്? എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സാറിന് ഞാൻ ലെറ്റർ തന്നിരുന്നു. ഞാൻ നിങ്ങളുടെ മോന്റെ കല്യാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഓഫീസിന്റെ കാര്യങ്ങൾ എവിടം വരെയായി അത് പറ. നിങ്ങള് സർവേ നടക്കുന്നുണ്ട് സാർ, റിപ്പോർട്ടായിട്ടില്ല. നിങ്ങൾ സർവേ നടത്തിക്കൊണ്ടിരുന്നാ മതിയോ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയോട് വിളിയാണ്. ഇതാ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് സമാധാനം പറയണം? കൊടുക്കാം സാർ. എന്ത് കൊടുക്കണ്? റിപ്പോർട്ട്. എടോ, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിലും H1N1 പനി വന്നവരത്ര, ഡെങ്കിപ്പനി വന്നവരത്ര, തക്കാളിപ്പനി വന്നവരത്ര എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോ മറുപടി പറയണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മന്ത്രി അവിടെ നിന്ന് ബയറക്കും. ചിലപ്പോ ബോധം കെട്ട് വീണും മരിച്ചെന്നും വരും. പിറ്റേ ദിവസം പത്രക്കാർ എഴുതില്ലേ പത്രത്തില്, പനി വന്ന് മന്ത്രി മരിച്ചു. അങ്ങനെ വേണോ? സാർ, നമ്മുടെ ഹെൽത്ത് വർക്കർമാരും ആശാ വർക്കർമാരും എല്ലായിടത്തും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. റിപ്പോർട്ട് കൊടുക്കണം. അതിന് എത്ര സമയം വേണം അത് പറ. അത് പിന്നെ എനിക്കൊരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ. 1 മണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. സാർ, 10 ദിവസം വേണം. 10 ദിവസം? താൻ എന്താണ് ഈ പറയുന്നത് മന്മഥൻ? നാളെ റിപ്പോർട്ട് കൊടുക്കാന്ന് ഞാൻ മന്ത്രിക്ക് വാക്ക് കൊടുത്തു പോയി. ഇപ്പം സാർ എന്തിനാണ് ആവശ്യമില്ലാതെ മന്ത്രിക്ക് വാക്ക് കൊടുക്കാൻ പോയെ? പനി വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ റിപ്പോർട്ട് എനിക്ക് ഇന്ന് കിട്ടണം. സാർ, അതിന്റെ ഒരു കൃത്യമായ കണക്ക് എടുക്കണമെങ്കിൽ 10 ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നാ ഒരു ഊഹക്കണക്കെങ്കിലും എടുത്തോണ്ട് പാടോ. ഊഹക്കണക്ക് മതിയോ സാർ? അത് ഞാൻ എടുത്തുതരാം. ഇല്ലെങ്കിൽ മോളും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കാണിക്കണ്ടേ? അല്ലാണ്ട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് കൊതുകിനെ കൊല്ലണം, പരിസരം വൃത്തിയാക്കണം, ചിരട്ട കമുത്തണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പനി വരാതിരിക്കില്ല. കൊതുക് കടിക്കും, പനി വരും, ആളുകൾ ചാവും. മരിച്ച ആളുകളുടെ ലിസ്റ്റും വേണം. അത് ഡെത്ത് രജിസ്റ്ററിൽ നിന്ന് എടുക്കാം. അത് പോരാ. സ്പെഷ്യൽ പനി വന്ന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് മാത്രം മതി. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ചിലപ്പോൾ ആനുകൂല്യങ്ങൾ കൊടുത്തെന്ന് വരും. ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നറിയുമ്പോ ആത്മഹത്യ ചെയ്തവന്റെ ബന്ധുക്കളും ഹാർട്ട് അറ്റാക്ക് വരുന്നു മരിച്ചവന്റെ ബന്ധുക്കളും എല്ലാം കൂടെ വരും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി. ഡെങ്കിപ്പനി വന്ന് മരിച്ചതാണെന്ന് പറഞ്ഞ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് തന്നോട് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് വല്ലതും മണ്ടക്കകത്ത് കയറുന്നുണ്ടോ? എന്ത് എന്നിട്ട് റിപ്പോർട്ട് എവിടെ? അല്ല സാർ, നമുക്കത് ലാബിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാമല്ലോ. ലാബിൽ നിന്ന് എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറ്റില്ല സാർ. എന്ത് പറ്റില്ലാന്നോ?
എന്റെ മുഖത്ത് നോക്കിയാൽ പറ്റില്ല എന്ന് പറയാൻ തനിക്ക് എന്താ അധികാരം? അയ്യോ ഞാൻ ആരാണ്? സാർ ഞാൻ ആരാണ്? ഞാൻ മെഡിക്കൽ സൂപ്രണ്ട്. അവനെ പക്ഷെ ഞാൻ പറഞ്ഞത് ആ പറ്റില്ല അല്ലേ സാർ, പറ്റില്ല. നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഇല്ലല്ലോ ഇവിടെ. അത് ഉള്ളത് തന്നെ നമ്മുടെ സ്ഥിരം നിയമനക്കാരനല്ലല്ലോ, താൽക്കാലിക ജീവനക്കാരനല്ലേ. അയാൾക്ക് സ്വന്തമായിട്ടൊരു ലാബുണ്ട്. അപ്പം അയാൾ ഫുൾ ടൈം അവിടെയാ. അയാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ സാറിനോടൊരു 10 ദിവസം വേണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. നാളെ രാവിലെ ഞാനും താനും തമ്മിൽ കണ്ടിരിക്കും. ആ സമയത്ത് എനിക്ക് റിപ്പോർട്ട് ഇവിടെ വേണം. ഇല്ലെങ്കിൽ തൻ്റെ മോൻ്റെ കല്യാണം 1 വർഷം കഴിഞ്ഞേ നടക്കും. അതെന്താണ് സാർ? അച്ഛൻ്റെ ആണ്ട് കഴിഞ്ഞേ മകന്റെ കല്യാണം നടത്താവൂന്ന് മൊത്തത്തിലൊരു വിശ്വാസമുണ്ട്. ഒരു വക പണിയും ചെയ്യില്ല, ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുക. ഇവിടെ ആരും ഇല്ലല്ലോ അച്ഛാ. ഈ ആസ്പത്രി തുറന്നു വെച്ചിട്ട് ഇവരോടെ പോയേ? ആർക്കറിയാം. സ്ലിപ്പ് തരും. ആർക്കാ എക്സ്റേ എടുക്കണ്ടേ? എക്സ്റേ അല്ല, അച്ഛന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അയ്യോ, അത് ഇവിടെ അല്ല, ലാബ് നേരെ അപ്പുറത്താണ്. അതെനിക്കറിയാം, ഞാൻ പോയി അവിടെ ആരും ഇല്ല. അവിടെ അങ്ങനെ ചില സമയത്തൊന്നും ആളുണ്ടാവില്ല. കാലത്ത് വന്നൊക്കെ തുറക്കും, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. ഇവിടെ ടൗണിൽ സ്വന്തമായിട്ടൊരു ലാബ് ഉണ്ടേ, അവിടെ ഉണ്ടാവും, പോയാൽ കാണാം. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇവിടുത്തെ കാര്യം ആരാ നോക്കണേ? അല്ല, അതിപ്പോ അങ്ങനെ വെട്ടി തുറന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടുത്തെ സ്ഥിരം സ്റ്റാഫല്ല. എന്റെ സാറേ, ഇപ്പൊ ഞാൻ അച്ഛനെ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഡെങ്കിപ്പനി ആണോന്നൊരു സംശയമുണ്ട്, പോയി ടെസ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, അതിനെത്ര പേടിക്കുന്നു മനെ? ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പേടിക്കണേ? അത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പോരെ. ബ്ലഡ് എടുത്തിട്ട് സെറം മാറ്റിയിട്ട് ഡെങ്കു കാർഡ് മേടിക്കുക, എന്നിട്ട് IgGയും IgMഉം ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ കാർഡിൽ ഒരു ലൈൻ ഇങ്ങനെ വരും. ആ ലൈന് വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ഉണ്ട്, ലൈൻ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് ഈ ഡെങ്കു കാർഡ് എവിടുന്ന കിട്ടാ? എന്തിനാ അതിന്റെ ഡെങ്കു കാർഡ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലാബ് പോയാൽ പോരെ. ആ ഇവയുടെ അപ്പുറത്ത് 6-7 ലാബാണ്, പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിന്റെ ലാബും അവിടെ തന്നെയാണ്. ഇവിടെ ഇതിനൊന്നും സൗകര്യം ഇല്ലെങ്കിലേ ആ ആശാ വർക്കറെ മൊയ്തു സാറിനെ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അവരൊന്ന് പറഞ്ഞല്ലോ, ചെറിയൊരു തുമ്മല് കണ്ടാ വരെ ഈ ആശുപത്രി വന്നോന്ന്. അല്ല, വരണം, അതാണ് നിയമം. വന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. വന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇതുപോലെ വെറുതെ തിരിച്ചു പോകാനല്ലേ? അത് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ സൗകര്യം ഒന്നും അറിയാണ്ട് അവരവരുടെ നിയമം അങ്ങനെ നടത്തും. ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? കഷ്ടണ്ട, നിങ്ങൾ ആ വെയിലും കൊണ്ട് നാട് മുഴുവൻ നടക്കണം. വല്ലതും നടക്കോ? അതുമില്ല. വീട്ടവര് വന്നില്ല സാറേ, ഒന്ന് ശരിയാക്കി വിട് സാറേ. എന്താ കാരണരേ പറയുന്നത്? അതിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ ഡോക്ടർ ലിസ്റ്റ് തന്നാൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സ്റേ എടുത്തു തരാൻ പറ്റും. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഒരാൾ കുറച്ചു മുമ്പ് വന്നേ ഉള്ളൂ, കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ഒരു തെറ്റും കൂടാതെ ഞാൻ അവർക്ക് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ദയവ് ഇതൊരു കാര്യം ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഓരോരുത്തരെ വീട്ടിലേക്ക് വിടണുണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണം. വാച്ചാ, എന്തിനാ ഇങ്ങനെ ഇതെല്ലാം വെച്ചുകിടി ഇരിക്കുന്നെന്ന്? വയ്യാത്തതല്ലേ, മിണ്ടാന്ന് നടക്ക്. ഞാൻ തന്നെ നോക്കണം. എന്തിനാണ് വേഗം വരാൻ പറഞ്ഞത്? അതെ, മോള് വീണ്ടും വന്നിടക്കണം. പിന്നെയും പ്രശ്നമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ ഏതാ ചോദിച്ചാ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഒന്നും പറയണില്ല. വന്നപ്പോ തുടങ്ങിയതാണ് കരച്ചിലും വീഴ്ചയിലും. ഇത്ര നേരം അവിടെ കിടക്കായിരുന്നു, ഇപ്പൊ നമ്മുടെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്ക്. സുലു മോളെ, മോളെ സുലോ, എന്താ മോളെ, എന്താ അവിടെ ഉണ്ടായത്? ചോദിക്കുന്നതിന് സമാധാനം പറയും മോളെ, ഇല്ലാതെ വെറുതെ കരഞ്ഞു നിന്നിട്ട് എന്താ കാര്യം? എന്താ അവിടെ നടന്നതെന്ന് നീ പറയാതെ എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? എനിക്ക് ഞങ്ങളുടെ കൂടെ ജീവിക്കണ്ട മാമ. എന്തിയെ? അവൻ നിന്നെ ഉപദ്രവിച്ച? പണയം വെച്ച സ്വർണം ബാങ്കുകാർ ലേലം ചെയ്തു മാമ. അപ്പൊ നിങ്ങൾ പലിശ കൃത്യമായിട്ട് അടച്ചോണ്ടിരുന്നതാണല്ലോ, പിന്നെ എങ്ങനെ പണ്ട ലേലം ചെയ്യണത്? ശമ്പളം കിട്ടുമ്പോ കൃത്യമായിട്ട് കൊടുത്തോണ്ടിരുന്നതാ, അങ്ങേരത് അടച്ചില്ല. ചോദിക്കാൻ ചെന്നപ്പോ എന്നെ. എന്തേ, അവൻ നിന്നെ തല്ലിയോ? എടി, അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്ന സ്ഥിതിക്ക് നിനക്കാണ് കൊണ്ടുപോയി അടക്കായിരുന്നല്ലോ. എന്തിനാ അവന്റെ കയ്യിൽ കൊടുത്തത് നീ പൈസ? അച്ഛൻ രാവിലെ ജോലിക്ക് പോയ രാത്രിയല്ലേ ഞാൻ വരുന്നത്, ഞാൻ എങ്ങനെ പോയി അടയ്ക്ക? അളിയൻ എന്ത് വർത്താനാണ് ഈ പറയണത്? പിന്നെ അവന്റെ ഗുണോദ്ധാരം പറഞ്ഞോണ്ടിരിക്കണ. ഞാൻ അന്ന് അളിയനോട് പറഞ്ഞതല്ലേ, നാട്ടില് വല്ല ജോലിയും കൂലിയും ഉള്ളവനെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. അപ്പൊ അളിയൻ എന്തേ പറഞ്ഞത്? അവൻ ബോംബെയിലാണ്, ബോംബെയിലെ രാജാവാണ്, അവളെ പൊന്നുപോലെ നോക്കും. ഇപ്പതേ അനുഭവിച്ചോ,
അവള് പറയണേൽ എന്താ തെറ്റ്? ആ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഭവിക്കണ്ടൊക്കെ സംഭവിച്ചില്ലേ. മോള് പ്രയാസപ്പെടണ്ട, മാമൻ ചെന്ന് അവനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇനി സംസാരിക്കാനൊന്നും പോണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ ഒരു കാര്യം? ഒരു കുടുംബം ആകുമ്പോ ചെറിയ കശപിശൊക്കെ ഉണ്ടാവില്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉണ്ടാവൂ. അളിയ അവക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കുന്നു. അവക്കൊരു സർക്കാർ ജോലിയില്ലേ, മാന്യമായിട്ട് ജീവിക്കാൻ, വിദ്യാഭ്യാസവും ഇല്ലേ, ആരോഗ്യവും ഇല്ലേ. പിന്നെ എന്തിനാണെന്ന് ആ പോങ്ങന് കഞ്ഞിയും കറിയും വെച്ചു കൊടുക്കാൻ ഇവൾ അവിടെ ചെന്ന് അവന്റെ തല്ലും കൊണ്ട് നിൽക്കണത്? അങ്ങാട് ഒഴിവാക്കിയിട്ട് വേറെ കല്യാണം കഴിക്കാനോ? കല്യാണത്തിന്റെ കാര്യമൊക്കെ പിന്നെ തീരുമാനിക്കാന്നേ. അവള് ഇവിടെ നിൽക്കട്ടെ, അളിയന് തൽക്കാലം ഒരു കൂട്ടാവുമല്ലോ. എടാ, ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒത്തുതീർപ്പാക്കാനാണ്, അല്ലാതെ ഇത് രണ്ടും രണ്ടിടത്താക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഒത്തുതീർപ്പാക്കാനൊന്നും ഇല്ല, എനിക്ക് ഞാൻ ബന്ധം വേണ്ട. ഏതായാലും അളിയന് ഒരു പണിയായി, നമുക്കൊന്ന് അവന്റെ വീട് വരെ ചെല്ലാം. എനിക്ക് 2 വർത്താനം അവനോട് പറയണം. എന്നിട്ട് എന്താ കാര്യം? അവക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അവനും തോന്നണ്ടേ? അല്ലെ ഇത് മുറുകും. അളിയൻ യാത്ര നമുക്കൊന്ന് അവിടത്തോളം പോകാം. എന്താണ് വല്ലതും നടക്കുവോ? വേടെ നടക്കല് 10 പൈസയില്ല. എന്താ വൈകുന്നേരം നോക്കണ്ടേ? എടാ, നിന്റെ കയ്യിൽ എന്നാണ് പൈസ ഉണ്ടായിട്ടുള്ള? എന്റെ മുടി മുറിക്കാൻ പൈസയില്ലേ? എടാ, എന്തേലും പണിക്ക് പോക്കൂടെ? എനക്ക് മേലും കൈ മേലെടുക്കുന്ന എന്തെങ്കിലും പണി എടുക്കുമ്പോ. ഓ പിന്നെ വൈകുന്നേരം ആകുമ്പോ ഓള് വരില്ലേ, അപ്പൊ ഓള് കുറച്ച് പൈസ ചോദിക്കാലോ. ഓളോ? ഏത് ഓള്? ഓള് പോയി. നീ വന്നാ വന്ന്, വന്നില്ലേ ഇല്ല. നീ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മള് ഇവിടെ സർക്കാർ ജോലിയുള്ള ഇഷ്ടംപോലെ പെണ്ണുങ്ങളില്ലേ? ഇഷ്ടം പോലെ ഇട്ട്. അവരൊക്കെ ഓഫീസിൽ നിന്ന് എത്ര മണിക്ക് വീട്ടിൽ എത്തും? ഒരു 5-5 എന്തായാലും എത്തുമല്ലോ. എത്തും. ഇവിടെ ഉള്ളവള് 6:30 ആയാലും വരില്ല, 7:30 ആയാലും വരില്ല. 8 മണിക്ക് വന്നാ വന്ന്, പിന്നെ അവൾക്ക് തോന്നിയ പോലെയാണെന്നേ. ഇല്ല, ഇതും വേണ്ട ഇങ്ങനെ വരാനായിട്ട് സർക്കാർ ഓഫീസിൽ എന്താ ഇത്ര ജോലി? ശരി. എന്റെ ബലമായ സംശയം എന്തോ ചുറ്റിക്കളി ഉണ്ടാകും. നല്ലടാ, ഉണ്ട്. നീ എന്തിനാ ആളായിട്ട് നിൽക്കുന്നത്? ഇത് എന്റെ വീട്ടിലാവണം, വളപ്പ് കേട്ടില്ല ഞാൻ. അല്ല പിന്നെ നിന്റെ കെട്ടിയോളി നാളെ ഓട്ടോ ഡ്രൈവറെ കൂടെ പോയില്ലേ? പോയി. അതുകൊണ്ടാണല്ലോ ഞാൻ കേട്ടാത്. ഈ വിഷയം കാലത്തെ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവള് വേറെ വിഷയം എടുത്തിട്ട് എന്റെ ഇച്ചിരി സ്വർണം പണയം വെച്ച് എന്റെ പലിശ അടയ്ക്കാൻ തന്നില്ല. ആകാശ് എന്റെ ചെലവായി പോയി. അതിൽ കയറി അവൾ അങ്ങോട്ടൊരു പിടി. ഞാൻ കൊടുത്തരണം, അടിച്ച് പൊട്ടിച്ചില്ലേ? കൊടുക്കണം. ഇതേ സ്വഭാവം എന്റെ ഓള്. ഇങ്ങനത്തെ വർത്താനം കേൾക്കുമ്പോ ചവിട്ടം കെട്ടോക്കി കൊടുക്കണം. പക്ഷെ ഞാൻ ഓനെ തല്ലാൻ വേണ്ടി ഓട്ടോറിക്ഷക്കാരന്റെ വീട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക്. ഇപ്പൊ ഓന്റെ ഭാര്യയാണ്. കല്ലും കൊണ്ടോണ്ടാ പോയേക്കണേ. നീ വന്നാ വന്ന്, വന്നില്ലേലില്ല. പക്ഷെ ഇനി അവളെങ്ങാനും ഈ പടി ചവിട്ടിയ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എന്റെ വീടാ. ഒരു കണക്കിന് പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലി ഇല്ലായിരിക്കണം നല്ലത്. അഹങ്കാരികളായി പോകും. അഹങ്കാരിയാ, തോന്നിവാസികളായി. ആളുകൾ ഇനി പറഞ്ഞു തുടങ്ങും. എനിക്ക് അതാ വിഷമം. ഞാൻ എന്റെ വിഷമം എന്നറിയാം. എന്തെങ്കിലും നടക്കുവോ? ഞാനും അത് ആലോചിക്കണേ. ഈ തെങ്ങ് മുറിച്ചു കൊടുത്താൽ എന്ത് കിട്ടൂടാ? ആകെ ഈ പറമ്പിൽ ഒരു തെങ്ങല്ലേ. ആ തെങ്ങ് ഇപ്പൊ വെറുതെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയല്ലേ ചെയ്യണേ. എന്നാലോ അതുപോലെ നിൽക്കാൻ ഞാനെടുത്ത ഇവിടെ ഉണ്ടല്ലോ, നോക്കാൻ മുറിക്കാൻ എന്ത് കിട്ടും? പൈസ കിട്ടൂലപ്പാ. ചെറുതിലുള്ള കാശ് കിട്ടുമോ? ചെറുതല്ല, പുള്ളന്നെ കിട്ടും. എന്നാ മുറിച്ച് അതിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു. അതല്ലേ? ഓ അത് കുഴപ്പമില്ല. എന്നാലും നോക്കാം. അതാരടാ വരുന്നു? എന്റെ ഭാര്യയുടെ സൃഷ്ടികർത്താവ്. ഓ, ഇയാളും ഉണ്ടോ? എവിടെ ഇരിക്കണ നീ? എവിടേക്ക്? ഇങ്ങോട്ട് വേണ്ട. എന്തേലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. എന്താ മന്മത ഇത് എത്രാമത്തെ തവണയാണ്? നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നല്ല വിവരം പക്കത്തുള്ള ആളുകളല്ലേ. കുറച്ചൊക്കെ മര്യാദയ്ക്ക് പെരുമാറിക്കൂടണോ? എന്താ പറഞ്ഞ മര്യാദ? ആദ്യം മോക്ക് കുറച്ച് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. കെട്ടിയവനോട് എങ്ങനെയാ പെരുമാറേണ്ടെന്നുള്ളത്. അല്ല മന്മത, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ. നിനക്കുണ്ടായ ഒരു വീട് വിറ്റിട്ട് നീ വാടകയ്ക്ക് വന്ന് താമസിക്കുന്നു. അവൾക്കുണ്ടായ പൊന്നും പണ്ടോ മുഴുവൻ പണയം വെച്ചും വിറ്റും നീ തിന്ന്. ഇപ്പൊ അവള് ബുദ്ധിമുട്ടി പണിക്ക് പോയിട്ട് നിന്നെ പോറ്റണം. അതും പോട്ടെ നോക്കി ഇപ്പൊ 2 ആളും കൂടി തല്ലി പിരിഞ്ഞിട്ട് അവള് വീട്ടിലും വന്ന് നിൽക്കണം. നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ മര്യാദക്ക് പറ. വീട്ടുകാർ വന്ന് തോന്നിയാസം പറയരുത്. ഞാൻ വീട് വിറ്റ് തൊലച്ചെങ്കിലേ അത് എന്റെ തന്ത എനിക്ക് തന്നത്.
പിന്നെ സ്വർണവും ഇതൊക്കെ പണയം വെക്കുകയും അതിന്റെ പലിശ എടുത്ത് ചെലവാക്കി അത് എന്റെ ഭാര്യയുടെ അതിലേക്ക് നിങ്ങൾക്ക് എന്താ ആവശ്യം? എടാ നീ ബോംബെയിൽ വലിയ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞിട്ടല്ലേടാ പെണ്ണിനെ കെട്ടിയത്. എന്നിട്ട് നീ ഒരു കച്ച് പണിക്ക് പോയിട്ടുണ്ടോ ഇതുവരെ? എടാ പെണ്ണിനെ കെട്ടിയാൽ പോറ്റാൻ അറിഞ്ഞൂടെങ്കിലേ കെട്ടാൻ നിൽക്കരുത്. ഇങ്ങനെയുള്ള എവിടെയൊക്കെ കെട്ടാനേ വേറെ ഒരുത്തിനും വരില്ല. എന്താണ് അവൾക്ക്? അവക്ക് എന്താ അവൾക്ക് കുഴപ്പം? മോള് ജോലിയുടെ ഓഫീസിൽ പോയി അന്വേഷിക്കണം. അവർക്ക് അവിടെ പല ചുറ്റിക്കളികളും ഉണ്ട്. എന്ത് ചുറ്റിക്കളാ? എന്ത് ചുറ്റിക്കളി? അന്വേഷിക്കണം. എന്തന്വേഷിക്കണമെന്ന്? നീ അന്വേഷിക്കേണ്ട ആള്? അതെ, കെട്ടിയോണെന്ന നിലയ്ക്ക് ഞാൻ അന്വേഷിച്ചു. ഇത് തന്ത എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ന് അന്വേഷിക്ക്. മോക്ക് അവിടെ എന്തൊക്കെ ചുറ്റിക്കളിയാണെന്നുള്ളത്. എന്തോടാ നീ അവനെയൊക്കെ അടിച്ചാൽ നമ്മുടെ കൈ നാറും. നമുക്കേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമില്ലേ? നമുക്ക് ഇന്നെ നിയമപരമായിട്ട് നേരിടാം. നീ വാടാ, പിന്നെ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാ. ചെല്ല് കോടതിയില്. കോടതി ചെല്ലപ്പോ ഞാൻ കോടതിയോട് പറഞ്ഞോളാം മോളെ സ്വഭാവ സവിശേഷതകളൊക്കെ. എന്താ എന്റെ പേര്? മന്മഥൻ പറയുന്ന ന്യായമുണ്ടല്ലേ? പേരുണ്ണി. നീ അവന്റെ കൂട്ടുകാരനല്ലേ? ചീത്താക്കണത് പറഞ്ഞു പറ. അവരെന്നെ തല്ലി. വിളിച്ചപ്പോ നീ എന്തിനാ പോയേ? നിങ്ങൾക്ക് കിട്ടേണ്ട അടിയത്. വേദനിച്ചാ? വൈകിട്ട് സാധനം എടുത്തു തരാം. എന്തായിരുന്നു? ഡൈവോഴ്സ് കേസാണ് സാർ. ഡൈവോഴ്സ് കേസാണ്. ആഹാ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ഇല്ല, കുറച്ചായിട്ടുള്ളൂ. എന്താ പണി നിങ്ങക്ക്? ഞാൻ നാട്ടിലെ കൂലിപ്പണിയൊക്കെയാണ്. അച്ഛനാ? അച്ഛനാണ്. എന്താ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം എന്താ? ഒത്തു പോണില്ല. ഒത്തുപോണില്ല എന്നൊക്കെ തന്നെയാണ് എല്ലായിടത്തും പ്രശ്നം. നിങ്ങൾക്ക് അപ്പൊ ഭാര്യക്ക് ജോലി ഉണ്ടോ? ഭാര്യ ടൈലറാണ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? കുട്ടിയുണ്ട്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ആൺകുട്ടിയാ പെൺകുട്ടിയാ? കുട്ടിയാണോ? എത്ര പ്രായം? 3 വയസ്സ്. 3 വയസ്സായ പെൺകുട്ടി ഉണ്ട്. എന്താ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പൊ ഈ ഡൈവോഴ്സ് ചെയ്യിക്കണോ? അത് വേണം. അച്ഛനും നിർബന്ധിച്ച് പറയാ തന്നെയാണ്. എന്താ നിങ്ങൾക്ക് പെണ്ണിനെ കൊണ്ട് ഉപദ്രവം എന്താ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ല. ഇല്ല. ഉപദ്രവം അച്ഛൻ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഉപദ്രവമില്ല, അച്ഛനാണ് ഇപ്പൊ ഉപദ്രവം. അതെ അതെ. കണ്ടോ, പെങ്ങളുടെ മൂപ്പർക്ക് ഭാര്യനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. ഇങ്ങക്ക് മൂപ്പരുടെ ഭാര്യ ഉപദ്രവമായി മാറുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്വയം ഡൈവോഴ്സിന് തയ്യാറായി വന്നേക്കാണ് മകൻ. അതല്ല സാർ, അതല്ല എന്റെ ഡൈവോഴ്സ് അല്ല, എന്റെ ഭാര്യയുടെ കാര്യമല്ല. ഞാൻ അച്ഛന്റെ ഡൈവോഴ്സിന്റെ കാര്യത്തിനാണ് വന്നുള്ളത്. അച്ഛന്റെ ഡൈവോഴ്സിന്റെ കാര്യം പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അച്ഛന്റെ അല്ല ഞാൻ ചോദിക്കണത്, ഇപ്പോ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങളുടെ അമ്മല്ലേ? അത് നിങ്ങളുടെ അമ്മല്ലേ? അല്ല, എന്റെ അമ്മ മരിച്ചുപോയി. ഇതിപ്പോ ആരപ്പം ഡിവോഴ്സ്? നിങ്ങളുടെ മകനല്ലേ? അപ്പൊ പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? അച്ഛന് ഡൈവോഴ്സ് വേണം. അച്ഛന് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണത് അച്ഛനെ ഡൈവോഴ്സ് ചെയ്യണ ആള് ആരാണ്? അമ്മല്ലേ? നിങ്ങളുടെ അമ്മല്ലേ? അല്ല, എന്റെ അമ്മ മരിച്ചുപോയി. എന്തൊരു ഹാലാക്കാണ് റബ്ബേ. നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, നിങ്ങളുടെ രണ്ടാമത് കെട്ടിയതാണ് വേറെ. അങ്ങോട്ട് മുമ്പ് പറഞ്ഞൂടെ, വെറുതെ മനുഷ്യനെ ഇടങ്ങറാക്കാൻ വേണ്ടിട്ട്. അപ്പൊ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ, അതിനിപ്പോ ഡൈവോഴ്സ് ചെയ്യും വേണം. എന്തിനാ കല്യാണം കഴിച്ചത്? പിന്നെ ഞങ്ങളെ നിർബന്ധിച്ചിട്ട് കെട്ടിച്ചത്. അച്ഛനെ ഒറ്റയ്ക്കാവുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഇപ്പൊ വലിയ ശല്യമായി തുടങ്ങി. അച്ഛന് ഉപദ്രവമാണ്. എന്റെ മുതുകത്തിയാണ് അടിച്ചത്, മൂക്കിണ്ടിട്ട് അടിച്ചു തന്നിട്ടേ. നിങ്ങൾക്ക് എത്ര പ്രായം? എനിക്ക് 67 വയസ്സ്. ഈ കല്യാണം കഴിച്ച സ്ത്രീക്കോ? 35. പീടിയൊക്കെ കൊള്ളു. എന്താ ഇപ്പത്തെ പ്രശ്നം? എന്താ അച്ഛന്റെ ഓരോ സ്വത്തുവകകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അച്ഛൻ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാല് വിരല് പിടിച്ചിട്ട് പേപ്പറിലൊക്കെ അങ്ങനെ വേറൊരു വീടും പറമ്പും ഉണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടില് ആ സ്ത്രീയുടെ കുറെ ആൾക്കാർ വന്ന് താമസിക്കാം. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. അത് അവരുടെ പേരിലായി കഴിഞ്ഞു. എന്തായാലും അവിടെ ഗുമസ്തുണ്ട് പുറത്ത്. മൂപ്പരെ കണ്ടിട്ട് നിങ്ങളുടെ അഡ്രസ് ഒക്കെ കൊടുക്കുക, നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ കൊടുക്ക് കേട്ടോ. അത് ചെയ്യാം. മറ്റന്നാൾ ഇങ്ങോട്ട് പോന്നോ? അപ്പൊ ശരി. ഒഴിവാക്കി തന്നെ. ആയിക്കോട്ടെ. എന്താണ് പ്ലംബർ മന്മത? ചെറിയൊരു കേസ്.
കേസോ? ആ, വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ വെള്ളമടിച്ച് നടുറോട്ടി വരുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ പുറത്തിറങ്ങാറില്ലല്ലോ, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതല്ല. ഓ ഓ ഓ, ഡിവോഴ്സ് നോട്ടീസ് അല്ലേ? ഞാനായിട്ട് ഒന്നും ചെയ്തല്ല സാർ. അല്ല, വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് താനെന്താ എന്നെ ഒന്ന് ഇതിനു മുമ്പ് വന്ന് കാണാഞ്ഞേ? അപ്പൊ ഈ പേപ്പർ കിട്ടിയപ്പോ എനിക്ക് വായിച്ചിട്ടൊന്നും പിടികിട്ടില്ല ആദ്യം. പിന്നെ ആ, ഇവന്റെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് വായിപ്പിച്ചപ്പോഴേ ഇതാണെന്ന് മനസ്സിലായത്. ആരാ കൂട്ടുകാരനാ? കൂട്ടാരനല്ല സാർ, കൂടെ വന്നതാണ്. കൂടെ വന്നതാണ്. ആ, അപ്പൊ ഇതിപ്പോ ഇവരിങ്ങനെ ഡിവോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് മനപ്രയാസമൊന്നും ഇല്ല അല്ലേ? മനപ്രയാസം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല സാറേ. എന്താ കാരണം? മനപ്രയാസത്തിന് എന്താ കാരണം? ഒന്നുമില്ല, അവക്ക് സർക്കാർ ജോലിയുള്ള ആളല്ലേ. ആ ആ ആ ആ, മാസം ഒരു വരുമാനം കിട്ടണുണ്ട്. അത് കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുന്ന കാശിന്റെ കണക്ക് ഞാൻ ചോദിക്കുമ്പോ അത് കുഴപ്പമാണ്. അവളീ കിട്ടണ മുഴുവനും കൊണ്ടുവന്ന് അവളെ വീട്ടിൽ അവളെ അപ്പന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ, അത് ശരി. ഇവിടെ വീട്ടിലെ ചെലവിനൊന്നും തരില്ലേ? അതാണ് സാറേ. അപ്പൊ ഒരു ഭർത്താവെന്ന നിലയില് നിങ്ങള് പണിക്ക് പോവില്ല എന്നുള്ള കാര്യം അറിയാം, കുറെ കാലമായിട്ട് അറിയാം. പണിയില്ല സാറേ, അതുകൊണ്ടാണ്. അല്ലെന്തെങ്കിലും നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവാറില്ലല്ലോ. കാരണം വെള്ളം അടിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കിടക്കേണ്ട കാര്യം. ഇപ്പൊ അങ്ങനെ പഴയ പോലെ ഒന്നും ഇല്ല സാറേ. ഇല്ല, അപ്പൊ കാശ് കിട്ടുണ്ടാവില്ല, ഇപ്പൊ അവര് തരുണ്ടാവില്ല അല്ലേ? ഇല്ല. ആ, അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഈ ഡിവോഴ്സ് ചെയ്യണേല് നിങ്ങൾക്ക് വിഷമല്ല? ഡിവേഴ്സ് കിട്ടിയാൽ കൊള്ളാന്നുള്ളത് തന്നെയാണ്. ആ, പിന്നെന്താ കൊള്ളാത്തത്? എന്താ പിന്നെ ഈ ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ഇവരെ ഡിവോഴ്സ് ചെയ്തിട്ട് അവര് അധ്വാനിക്കുന്ന പൈസ കൂടി കിട്ടണം അല്ലേ? അതിനുള്ള പദ്ധതി ഉണ്ടാവണം. അങ്ങനെയല്ല. എന്താണോ? വേറൊന്നുമല്ല, മാസം 10,000 രൂപ വീട് വാടക കൊടുക്കണം. ആ, കൊടുക്കണം. അത് ശരിയാ. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ അധ്വാനിച്ച കാശ് കൊടുത്താലാണ് ഈ വീട്ടുടമസ്ഥൻ കാശ് വാങ്ങുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ അധ്വാനിച്ച കാശ് കൊടുത്താൽ വീട്ടുടമസ്ഥൻ വാങ്ങൂല കാശ് അല്ലേ? അതല്ല സാറേ, ഞാനും അയാളുമായിട്ടാണല്ലോ കരാറ്. എന്ത് കരാറിടോ? ഒരു കുടുംബം നോക്കേണ്ട ഒരു മനുഷ്യൻ, നല്ല ഒന്നാന്തരം പണിയാറാണ് ആളാണ്, നല്ല പ്ലംബറാണ്. ഇപ്പൊ ഒരു പണിക്ക് വിളിച്ചാൽ വരൂല. പണിക്ക് വിളിച്ചാൽ അത് പൊതുവെ പറയലുണ്ട്. ആ, നിങ്ങൾക്ക് എന്താ പണി? ഞാൻ പണിക്കോല്ല സാറേ. പണിക്കോല്ല. പണിക്ക് പോയില്ല, കൂട്ടുകാർ പോകും. നിങ്ങൾ പണിക്ക് പോലില്ല. അപ്പൊ നിങ്ങളുടെ കാര്യം എന്നാ പറയും? ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് വേണം. പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായി. അത് ഞാൻ തരണോ? അല്ല, അങ്ങനെയല്ല. പൈസ കിട്ടാനുള്ള ഒരു വകയും കൂടി ഉണ്ടാക്കണം അവരുടെ ഡിവോഴ്സ് ചെയ്താലും അല്ലേ? അങ്ങനെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളതാ. ഇതിപ്പോ ഹിന്ദു മാരേജ് ആക്ട് 24 പ്രകാരം ഒരു നിയമമുണ്ട്. ഈ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിന് ഒരു നിശ്ചിത തുക കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. സാറേ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട സാറേ, ധൈര്യമായിട്ട് കേസുമായിട്ട് നീങ്ങിക്കോ. കാരണം കൈ കിട്ടുമല്ലോ അല്ലേ? എന്റെ ഭാര്യ ഒന്നും വേണ്ട സാറേ. എന്റെ ഭാര്യ വേറെ തന്നെ ഒളിച്ചോടി പോയി ഒരു ഓട്ടോറിക്ഷക്കാരന്റെ അപ്പുറം. ഓളെ കഴിയുമ്പോൾ എനിക്ക് സാമ്പത്തിക സഹായം കിട്ടുന്ന വല്ല നിയമം ഉണ്ടാവോ സാറേ? ഇതൊന്നും കഴിയട്ടെ കേട്ടോ. മതി സാറേ. കൂട്ടുകാരനല്ലേ കൂടെ വന്നാണ് അല്ലേ? അതെ, അപ്പൊ ഞാൻ ഈ വഴിക്കൊന്ന് നീങ്ങി നോക്കാം സാറേ. എന്നാ പിന്നെ ഈ വരുന്ന അടുത്ത ദിവസം തന്നെ ഈ കേസ് ഒന്ന് തീർപ്പാക്കിയല്ലേ വേഗം അല്ലേ? അപ്പൊ ഞാൻ കാശും കൂടി വേഗം കിട്ടുമല്ലോ അല്ലേ? കാശിന്റെ ഉണ്ടല്ലോ സാർ. ഈ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയ കുടുംബത്തിന് ചീത്തപ്പേരാവും. അതെ സാറേ, വലിയ തറവാട്ടികളാണ്. തറവാടികളാണ്. അതെ, ഭയങ്കര തറവാടികൾ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തറവാടികൾ രണ്ടാളും ഇപ്പൊ തൽക്കാലം എന്നാ പോയിക്കോ, ഞാനൊക്കെ ഒന്ന് നോക്കട്ടെ. എനിക്കൊരു സംശയം. എന്താണ്? ഇപ്പോ സർക്കാർ ജോലിയുള്ള എന്റെ ഈ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്യുമ്പോ എനിക്ക് മാസാമാസം ഒരു തുക കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അത് കോടതി തീരുമാനിക്കണം, എന്നാ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ സർക്കാർ ജോലിയുള്ള വേറൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഈ തുക കിട്ടുമോ? എന്റെ ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവേ. എനിക്ക് കിട്ടൂലല്ലേ? ആളെ കൊണ്ടുപോയാ പോയിക്കോ. സാറേ, ഇപ്പം പറഞ്ഞ തിരിഞ്ഞില്ല. അത് തിരിയില്ല. നിങ്ങൾ രണ്ടാളും ഏകദേശം ഒരേമാതിരി തന്നെയാണ്. ഇത് നോക്കി കെട്ടാം. സ്പീഡാക്കൂല. സ്പീഡാക്കാം. നമസ്കാരം. സാറേ, നമ്മള് മോളുടെ ഡിവോഴ്സിന് വേണ്ടിട്ട് കൊടുത്തിരുന്നല്ലോ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവര് വേറൊരെണ്ണം തിരിച്ചയച്ചിട്ടുണ്ട്. അതിലിപ്പോ മോള് ഭർത്താവിന് ചെലവിന് കൊടുക്കണമെന്നാ. ഗവൺമെന്റ് ജോലിക്കാരി ആയിട്ടുള്ള എന്റെ മോള് ഈ വേലയും കൂലിയൊന്നും ഇല്ലാത്ത ഇയാൾക്ക് എന്തിന് ചെലവിന് കൊടുക്കണം? അല്ല, അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമമുണ്ട്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഭാര്യയാണ് ഡൈവോഴ്സിന് അപേക്ഷിക്കണമെങ്കിൽ
ഇപ്പൊ ഭാര്യയ്ക്ക് സർക്കാർ ജോലിയുണ്ട്, ഭർത്താവിന് വേലയും കൂലിയും ഒന്നും ഇല്ലെങ്കിൽ ഭാര്യ ജീവനാംശം കൊടുക്കണം. അതെന്ത് നിയമമാണ് സാറേ? അതിൽ എന്ത് ന്യായാണുള്ളത്? രാഘവ സർ. ആ മുംബൈ ഹൈക്കോടതിയുടെ പുതിയ വിധിപ്പകർപ്പ് വന്നിട്ടുണ്ട്, അതിന്റെ ഒരു കോപ്പി എടുക്കൂ. സർ. അല്ല ഈ ഭാര്യ കൊടുക്കേണ്ടി വരുമോ സാറേ? ഭാര്യയാണല്ലോ ആവശ്യപ്പെടുന്നത്, അപ്പൊ ഭാര്യ കൊടുക്കണം. ഇത് ന്യായമല്ലെന്നും നിയമമല്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോടതിക്കല്ല, മുംബൈ ഹൈക്കോടതിക്ക്. അയ്യോ, അപ്പൊ ഇനി നമ്മള് മുംബൈക്ക് പോണ്ടി വരൂ? അതൊന്നും വേണ്ടി വരില്ല. സർ, അതിന്റെ അമെൻമെന്റ് പുസ്തകം കൂടി വേണ്ടേ? അമെൻമെന്റ് ബുക്ക് കൂടി വേണ്ടേ? കണ്ട, അത് മതി. ഇതാ നിയമം വെച്ചിട്ടേ കോയൊരു കളി കളിച്ചതാ. നമുക്ക് തിരിച്ചൊരു കളി കളിക്കാം കോടതിയിൽ. ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഓ, ഈ പറയുന്ന കക്ഷി എന്താണ് പേര്? മന്മഥൻ. ഈ മന്മഥന് വിവാഹശേഷം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അവന്റെ കയ്യിലിരിപ്പേണ്ട നമ്മള് ഹൃദയം പൊട്ടിച്ചാകും. ആ ജാതിയാണ് അവന്റെ ചെയ്തികൾ. അല്ല, ഇയാള് ഈ മുംബൈയിൽ നിന്ന് ജോലി നിർത്തിയിട്ട് നാട്ടിൽ വരാൻ എന്താ കാരണം? വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നു അസുഖം? അല്ല, അസുഖമൊന്നുമില്ല. ജോലി ചെയ്യാൻ വയ്യ, അതന്നെ. അപ്പൊ ഈ ജോലി ചെയ്യാൻ വയ്യ എന്ന് പറയുമ്പോ അയാൾക്ക് ഈ ശരീര തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും, പാദത്തിന്റെ എന്തെങ്കിലും? മടിയാണ് സാറേ, പണിയെടുത്ത് തിന്നൂല. ഭാര്യ പണിയെടുത്ത് ചെലവിന് കൊടുക്കണം. അന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അല്ല, അപ്പോ അത് ഞാൻ ഏറ്റു. ഈ കേസ് നമ്മൾ ജയിക്കും. അപ്പൊ ചെലവിന് കൊടുക്കണ്ട നമ്മള്? ചെലവിന് കൊടുക്കണ്ട. ഒരു അസുഖം ഇല്ലാതെ ഇത്തരം പല നിയമങ്ങളായിട്ട് ഇറങ്ങി പുറപ്പെട്ടുള്ള ചിലരുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പിടിക്കണം. നിങ്ങൾ വിട്ടോ. എന്നാ വലിയ ഉപകാരം സാർ. ഓക്കെ.